നമസ്കാരം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. കോൺക്രീറ്റ് വനങ്ങൾ എന്നാണ് നഗരങ്ങൾ അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ഓടിട്ട വീടുകളും കെട്ടിടങ്ങളും നിലനിന്നിരുന്ന സ്ഥാനം ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. എന്തായാലും നിർമ്മാണ രംഗത്ത് കോൺക്രീറ്റ് ഉപയോഗം വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. അത് കെട്ടിടങ്ങൾക്ക് കൂടുതൽ ബലവും ഈടും പ്രദാനം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിരവധി ഗുണങ്ങൾക്കൊപ്പം ചില പോരായ്മകളും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനം കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്ന കനത്ത ചൂടാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് താപനില വർദ്ധിച്ചു വരികയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കനത്ത വേനലിൽ ചുട്ടുപൊള്ളും വിധമുള്ള ചൂടാണ് പുറത്തുവിടുന്നത്. അത് അത്തരം കെട്ടിടങ്ങൾക്കുള്ളിൽ താമസിക്കുന്നവർക്കും വ്യാപരിക്കുന്നവർക്കും അസഹ്യമായി മാറുന്നു. കെട്ടിടങ്ങൾക്കുള്ളിലെ കനത്ത ചൂടിനെ അതിജീവിക്കാൻ AC, ഫാൻ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളാണ് നിലവിൽ ഏക ആശ്രയമായുള്ളത്. ഇത് ഊർജ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും കാർബൺ ബഹിർഗമനത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ഇന്ന് ഊർജ ഉപഭോഗവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ജീവിതശൈലികൾ അവലംബിക്കുന്നതിനുമുള്ള നൂതന സാങ്കേതിക വിദ്യകളും രീതികളും വികസിപ്പിച്ചെടുക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ചൈനയിൽ നിന്നുള്ള ഏതാനും ഗവേഷകർ നടത്തിയിരിക്കുന്ന പുതു കാൽവെപ്പ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലെ ചൂടിനെ കുറിച്ച് വേവലാതിപ്പെടാനില്ലാത്ത ഒരു കാലം വരാൻ പോവുകയാണെന്ന സൂചനയാണ് ചൈനയിൽ നിന്നും പുറത്തുവരുന്ന ഒരു ഗവേഷണ ഫലം നൽകുന്നത്. ചൈനയിലെ സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നിർമ്മാണ വ്യവസായത്തിൽ പുതുതരംഗമായി മാറാൻ സാധ്യതയുള്ള ഒരു പുതിയ തരം സിമന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഉപയോഗത്തിലുള്ള സിമന്റിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ പുത്തൻ സിമന്റ്. ഇത് കെട്ടിടങ്ങൾക്ക് തണുപ്പ് പ്രദാനം ചെയ്യാൻ കഴിവുള്ള സിമന്റാണ്. കെട്ടിടങ്ങൾക്ക് തണുപ്പ് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ചൈനീസ് ഗവേഷകർ ഈ കൂളിംഗ് സിമന്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സൂര്യപ്രകാശം ആഗീകരണം ചെയ്യുന്നതിന് പകരം അവ ചിതറിക്കാൻ ശേഷിയുള്ള ഈ നൂതന മെറ്റീരിയൽ കാർബൺ ബഹിർഗമനം, ഊർജ ഉപഭോഗം എന്നിവയ്ക്ക് പരിഹാരമായി മാറുന്നു. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് മികച്ച ഈടും ഇത് വാഗ്ദാനം ചെയ്യുന്നു. പരമാവധി സൂര്യപ്രകാശമേൽക്കുന്ന നട്ടുച്ച നേരത്ത് പോലും താപനിലയിൽ ഗണ്യമായ കുറവ് കൈവരിക്കാനാകുമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. ശ്രദ്ധേയമായ മെക്കാനിക്കൽ കരുത്തിന്റെ കാര്യത്തിലും ഈ സിമന്റ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഈ പുതിയ സിമന്റ് 96.2% ഉയർന്ന സൗരോർജ പ്രതിഫലനം ഉറപ്പാക്കുന്നു. കൂടാതെ അലുമിനിയം, സൾഫറും അടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ ഈ സിമന്റിന്റെ മിഡ് ഇൻഫ്രാറെഡ് എമിസിവിറ്റി 96% വർദ്ധിപ്പിക്കുകയും അതിന്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രാസനവീകരണം സിമന്റിന്റെ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിന്റെ ഈടും മെക്കാനിക്കൽ ശക്തിയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇത് വിവിധ പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു നിർമ്മാണ വസ്തുവായി പരിണമിക്കുന്നു. സൂപ്പർ കൂൾ സിമന്റിന്റെ വികസനത്തിൽ അതിന്റെ രാസഘടനയിൽ കൃത്യമായ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. സിമന്റിന്റെ അടിസ്ഥാനമായ ചെറിയ കണികകൾ അല്ലെങ്കിൽ ക്ലിങ്കർ പരിഷ്കരിക്കുന്നതിലാണ് ഗവേഷകർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ കണികകളിൽ മാറ്റം വരുത്തി സൂര്യപ്രകാശം ഫലപ്രദമായി ചിതറിക്കാൻ കഴിവുള്ള ഒരു ഘടനയാണ് അവർ സാധ്യമാക്കിയത്. ചൈനീസ് ഗവേഷകർ പുതുതായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കൂൾ സിമന്റ് അതിന്റെ തണുപ്പിക്കൽ പ്രഭാവം കൈവരിക്കുന്നത് ഒരു സവിശേഷമായ ഫോട്ടോണിക് ആർക്കിടെക്ചറിലൂടെയാണ്. ഇതിന്റെ രൂപകൽപ്പന തീവ്രമായ സൂര്യപ്രകാശമേൽക്കുന്ന വേളകളിൽ പോലും ഉപരിതല താപനില 12.37 ഡിഗ്രി സെൽഷ്യസോളം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ചതുരശ്ര മീറ്ററിന് 850 വാട്ട് എന്ന തോതിൽ സൗരോർജ തീവ്രത കുറയ്ക്കാൻ ഈ മെറ്റീരിയൽ വഴിയൊരുക്കുന്നു. സിമന്റിനുള്ളിലെ മെറ്റാ സർഫേസുകളുടെ എഞ്ചിനീയറിംഗിലൂടെയാണ് ഇത്തരമൊരു തണുപ്പിക്കൽ ശേഷി സാധ്യമാകുന്നത്. ഈ മെറ്റീരിയൽ ഒരു മാട്രിക്സ് ഡയറക്റ്റഡ് റേഡിയേറ്റീവ് കൂളിംഗ് മെറ്റീരിയലായി പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ മേൽക്കൂരകളിലും ചുവരുകളിലും ഉപയോഗിക്കാൻ ഇവ ഏറെ അനുയോജ്യമാണ്. ഇത് ഉപരിതലത്തെ തണുപ്പിക്കുക മാത്രമല്ല, ഉറപ്പുള്ള ഒരു ഘടകമായും വർദ്ധിക്കുന്നു. അങ്ങനെ സുസ്ഥിര കെട്ടിട രൂപകൽപ്പനയ്ക്ക് ഒരു മൾട്ടി ഫങ്ഷണൽ പരിഹാരമായി ഈ സൂപ്പർ കൂൾ സിമന്റ് മാറുന്നു. ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്ന കൂളിംഗ് സിമന്റിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മെറ്റാ സർഫേസ് എഞ്ചിനീയറിംഗ് തന്ത്രം
പരമ്പരാഗത പോർട്ട്ലാൻഡ് സിമെന്റിൽ പോലും പ്രായോഗികമാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. അങ്ങനെ പരമ്പരാഗത സിമെന്റിനും കെട്ടിടങ്ങളെ തണുപ്പിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കാനാകും. പുതിയ സിമെന്റ് നിലവിലുള്ള നിർമ്മാണ രീതികളിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ പ്രയോജനപ്പെടുത്താനുമാകും. ഇക്കാരണങ്ങളാൽ ഈ സിമെന്റിനും ഒപ്പം ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ടെക്നോളജിക്കും വ്യാപകമായ സ്വീകാര്യത ലോകമെമ്പാടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സയൻസ് അഡ്വാൻസസ് ജേണലിൽ പുത്തൻ കൂളിംഗ് സിമെന്റിനെ കുറിച്ചും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചുമുള്ള ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.